ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ സാന്റാ മോണിക്കയുടെ കൂടെയുള്ള UK യൂറോപ്പ് ട്രിപ്പിൻ്റെ 10th ഡേ ആണ്. ഇന്ന് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ്. ഇന്ന് ഞങ്ങൾ 2 കൺട്രി പോകുന്നുണ്ട്. ലിച്ചിസ്റ്റൻ അങ്ങനെ തന്നെയാണ് തോന്നുന്നു ആ കൺട്രിയുടെ പേര്, പിന്നെ ഓസ്ട്രിയ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും, ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. ഓൺ ദ വേ ഞങ്ങൾക്ക് വഡൂസിൽ ഒരു ഫോട്ടോ സ്റ്റോപ്പ് ഉണ്ട്. ദെൻ ഒരു സ്വരോസ്കി ക്രിസ്റ്റൽ മ്യൂസിയം ഉണ്ട്. ഇസ്ബ്രക്ക് ഒരു സിറ്റി ഓറിയൻറ്റേഷൻ ടൂറും ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്റ്റേ ഓസ്ട്രിയയിലാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. യേശുവേഗവിമോചകനെന്ന് വിശ്വമാകെയുദ്ഘോഷിക്കാൻ. യേശുവേഗവിമോചകനെന്ന് വിശ്വമാകെയുദ്ഘോഷിക്കാൻ. രൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ലോകത്തിനാകവെ ശാന്തി നൽകിയിടുവാൻ ലോകാധിനാഥനെ കൈതൊഴുന്നേ. തൃക്കാലടികളാൽ ഉൾക്കമ്പിമേവുന്ന ചിത്രാകലിതാൻ കൈതൊഴുന്നേ. ഏകദേശം ഒരു 180 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ലൈക്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിന്റെ തലസ്ഥാനമായ വഡൂസിൽ അവിടെ ഒരു ചെറിയ ഫോട്ടോ സ്റ്റോപ്പ് നമ്മൾ എടുക്കും. അവിടേക്ക് ഒന്ന് നടന്നു തിരിച്ചവിടുന്ന് നമ്മൾ ഓസ്ട്രിയയിലേക്ക് ഇൻസ്ബ്രുക്കിലേക്ക് പോകും. അതും ഏതാണ്ട് 173 കിലോമീറ്റർ 2.5 മണിക്കൂറിന്റെ യാത്രയാണ്. ഇൻസ്ബ്രുക്കിൽ ചെന്നിട്ട് നമ്മളവിടെ ഒരു ക്രിസ്റ്റൽ മ്യൂസിയം കാണും, സ്വരോസ്കി ക്രിസ്റ്റൽ മ്യൂസിയം എന്ന് പറയും. അത് കണ്ടു കഴിഞ്ഞ് ഇൻസ്ബ്രുക്കിൽ ഒരു ചെറിയൊരു സിറ്റി വാക്ക് നടത്തും നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്ബ്രുക്കിലെ ഹോട്ടലിലേക്ക് പോകും. അതാണ് നമ്മുടെ പരിപാടി. ഇൻസ്ബ്രുക്കിലാണ് നമ്മുടെ ഭക്ഷണവും. 2 രാജ്യങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ലൈക്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്, വളരെ വെൽത്തി ആയിട്ടുള്ളൊരു ചെറിയ രാജ്യമാണ്. അവിടെ കുറച്ച് ആളുകളെ താമസിക്കുന്നുണ്ട്. തന്നെയാണ്. അതെ, സ്വിസ് ഫ്രാങ്ക് ഇവിടെ മാത്രമേ ഒരു കൺഫ്യൂഷൻ്റെ ഇതുണ്ടായിരുന്നുള്ളൂ. കാസിൽ എന്ന് പറഞ്ഞ അവിടെ ഒരു പഴയ ഒരു കാസിലൊക്കെ ഉണ്ട്. ലൈക്കൻസ്റ്റൈൻ പ്രിൻസിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് ലൈക്കൻസ്റ്റൈൻ. വളരെ മോഡേൺ ആർക്കിടെക്ചറും മ്യൂസിയംസിനൊക്കെ വളരെ ഫേമസ് ആണ്. ഓസ്ട്രിയ സൗത്തിൽ കിഴക്കൻ ഭാഗത്ത്. അതിന്റെ ജോഗ്രഫി ആൻഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 160 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് 62 സ്ക്വയർ മൈൽ. അത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജ്, നമുക്ക് അങ്ങനെ ഒരു സൗകര്യം അല്ലെങ്കിൽ
ഡെൻസിറ്റി വളരെ കുറവാണ്. കാരണം കൺട്രിയുടെ ചെറിയൊരു ജോഗ്രാഫിക്കൽ ഏരിയ ഉള്ളതുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഒരു പാർലമെന്ററി ഡെമോക്രസിയും കൂടെ ചേർന്ന ഒരു സംഗതിയാണ്. അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രിൻസ് ആണ്. കറന്റ് പ്രിൻസ് ഹാൻസ് ആഡം ടു, പക്ഷെ അദ്ദേഹത്തിന്റെ പുത്രനായ പ്രിൻസ് അലോയിസ് ആണ് ഇവിടെ റീജന്റായിട്ട് 2004 മുതൽ പ്രവർത്തിക്കുന്നത്. പ്രിൻസിന് ചില പരമാധികാരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ നിയമങ്ങളെ വീറ്റോ ചെയ്യാനും പാർലമെന്റിനെ പിരിച്ചുവിടാനും ഒക്കെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാനും ഒക്കെയുള്ള പവർ പ്രിൻസിനുണ്ട്. പക്ഷേ ഇതിന്റെ പവറുകളെല്ലാം ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സും ഡെമോക്രാറ്റിക് സ്ഥാപനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു തുലനം ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. പാർലമെന്റ് എന്ന് പറയുന്നത് ലാൻഡ് ടാഗ് എന്നാണ് ഇവിടുത്തെ പാർലമെന്റിന്റെ പേര്. അത് യൂണീക് പെർമിയൽ ലെജിസ്ലേച്ചർ, 25 മെമ്പേഴ്സ് ഉള്ള ഒരു പാർലമെന്റാണ്. എല്ലാ 4 വർഷവും ഇവിടുത്തെ ഈ പാർലമെന്റിലേക്ക് മെമ്പേഴ്സിനെ ഇവിടെ തിരഞ്ഞെടുക്കുന്നു. ഈ ലാൻഡ് ടാഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ പാർലമെന്റാണ് ഇവിടെ നിയമം പാസ്സാക്കുന്നത്, ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുന്നതും പിന്നെ ഗവൺമെന്റിന്റെ പൊതുവായുള്ള ഫംഗ്ഷനൊക്കെ ഓവർസീ ചെയ്യുന്നതൊക്കെ ഈ പാർലമെന്റാണ്. ഇതിന്റെ ഇവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. പുള്ളി അപ്പോയിന്റ് ചെയ്യുന്നത് ഇവിടുത്തെ രാജകുമാരനാണ്. പക്ഷെ അത് ഈ പാർലമെന്റായ ലാൻഡ് ടാഗിന്റെ വിശ്വാസത്തിലെടുത്താണ് പുള്ളി ഇവിടെ ഭരണം നടത്തുന്നതും ഭരിക്കുന്നതും. പുള്ളിയുടെ നിയമനവും അങ്ങനെ തന്നെയാണ്. ക്യാബിനറ്റ് ഗവൺമെന്റ് പ്രൈം മിനിസ്റ്ററും പിന്നെ ഒരു ധാരാളം മിനിസ്റ്റേഴ്സും ഉള്ള ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. ഒരു ഡിഫറെന്റ് പോർട്ട്ഫോളിയോസ് ഹാൻഡിൽ ചെയ്യുന്ന ഡിഫറെന്റ് മിനിസ്റ്റേഴ്സ്. ഈ ക്യാബിനറ്റ് ആണ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഡയറക്റ്റ് ഡെമോക്രസി, ഇവിടെ നേരിട്ടുള്ള ജനാധിപത്യ റഫറൻഡം, ഡയറക്റ്റ് ഡെമോക്രസി, അതായത് ഇവിടുത്തെ പൗരന്മാരെ നിയമങ്ങൾ അവരോട് സജസ്റ്റ് ചെയ്യാനും അവർക്ക് വോട്ട് ചെയ്യാനും ഒരു ജനഹിത പരിശോധന എപ്പോഴും നടക്കുന്ന ഒരു രാജ്യവുമാണ്. ഇവിടെയുണ്ട്. അവർക്ക് ധാരാളം അതിനുവേണ്ട ഈ 39,000 ആൾക്കാരിൽ അതിനുവേണ്ട വോട്ടുകൾ ശേഖരിക്കാമെങ്കിൽ ഏതെങ്കിലും നിയമത്തേക്ക് ഇവിടെ അവർക്ക് ചലഞ്ച് ചെയ്യാം. കൂടുതൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിയമം മാറ്റാൻ തന്നെ ഈ ജനഹിത പരിശോധനയിലൂടെ ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപിക്കുന്നതാണ്. ജുഡീഷ്യറി ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്. വിവിധ ലെവലുകളിലുള്ള കോർട്ടുകളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, ഇവിടുത്തെ നിയമങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്നുള്ളത് ആണ് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ ചുമതല എന്ന് പറയുന്നത്. പിന്നെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രിൻസ് ആണ്. റെക്കമെൻഡേഷൻസ്, ഒരു ജുഡീഷ്യൽ സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് ഇവിടെ. അവരുടെ റെക്കമെൻഡേഷൻസ് പിന്തുടർന്ന് ആണ് പ്രിൻസ് ഇവിടെ ജഡ്ജസിനെയൊക്കെ നിയമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ യുദ്ധങ്ങളിലൊക്കെ ന്യൂട്രലായിട്ട് നിന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ധാരാളം നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച ഉണ്ടായി. ഒരു ഫൈനാൻഷ്യൽ സെക്ടറിലാണ് ഈ കൂടുതൽ സാമ്പത്തിക പുരോഗതികൾ ഉണ്ടായത്. പക്ഷെ ഓസ്ട്രിയയായിട്ട് പൊളിറ്റിക്കലി ഒരു അലൈൻ ചെയ്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു ഒരു വേൾഡ് വാർ 1 വരെ പുലർത്തിയിരുന്നത്. അത് കഴിഞ്ഞ് ഒരു കസ്റ്റംസ് മോണിറ്ററി, ഒരു സാമ്പത്തികമായും എല്ലാം ഒരു സഹകരണം സ്വിറ്റ്സർലൻഡുമായിട്ടും ഉണ്ടായി 1923. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലൈക്കൻസ്റ്റൈൻ ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് സ്വീകരിച്ചത്. मेरे अंगने में तुम्हारा क्या काम है, मेरे अंगने में तुम्हारा क्या काम है, मेरे अंगने में तुम्हारा क्या काम है, जो राम वाला है, जो राम वाला, अरे ओ नाम वाला नहीं बदनाम है, मेरे अंगने में तुम्हारा क्या काम है, मेरे अंगने में तुम्हारा क्या काम है, जिसकी बीबी लंबी, जिसकी बीबी लंबी उसका भी बड़ा नाम है, जिसकी बीबी लंबी, हा 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 हा, जिसकी बीबी लंबी उसका भी बड़ा नाम है, जिसकी बीबी लंबी, फोटो से लगा दो, अरे फोटो से लगा दो, सिटी का काम है, फोटो से लगा दो. മിനിമം ഒരു 8 വരെയൊക്കെ രാത്രിയിൽ വരുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആണല്ലോ. പിന്നെ ഇതുപോലെ ചാറ്റൽ മഴ
ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ആദ്യത്തെ ഒരു വിന്ററിൽ. കാരണം നാട്ടിൽ നിന്ന് ചുട്ടുകൊള്ളുന്ന വെയിലിൽ എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങി പോകാവുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ആരും പുറത്തിറങ്ങുന്നില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നു. മഴ, വെയിലില്ല. നാട്ടിൽ പുറത്തൊക്കെ തുണിയൊക്കെ നനച്ചുണക്കിയിരുന്നവർ ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ അകത്തിരിക്കുക മക്കളുടെ കൂടെ. മക്കളെല്ലാം ജോലിക്ക് പോയി കഴിയുമ്പോൾ കുട്ടികളെ നോക്കിയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ. ഇതെല്ലാവരും അവര് ഓസ്ട്രേലിയക്ക് പോയി അല്ലെങ്കിൽ അവര് കാനഡയ്ക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ അത് സുഖമായിട്ട് തോന്നുമെങ്കിലും അതൊരു വളരെ സുഖകരമായ ഒരു അവസ്ഥയല്ല എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. കാരണം സൈറ്റ് സീയിങ്ങിനൊക്കെയുള്ള ഓപ്ഷൻ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. പിന്നെ അവിടെ പോയി സാധനം വാങ്ങിക്കാനും പുറത്തിറങ്ങി പോകാനും ഒക്കെ ചില എല്ലാവർക്കും ഒരു മടി അല്ലെങ്കിൽ ഒരു ഭയം. നമ്മളൊരു ടൂറ് വരുന്ന പോലുള്ളൊരു സുഖമുള്ളൊരു സംഗതി ആയിരിക്കില്ല ചിലപ്പോൾ പലപ്പോഴും ഇവിടെ വന്നൊരു സെറ്റിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒരു കുറച്ച് ദീർഘനാൾ താമസിക്കുകയോ ചെയ്യുമ്പോൾ. ഇത് നമ്മൾ ഓസ്ട്രിയയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ നിന്നുള്ള വ്യൂ ആണ്. ആദ്യം മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴ മാറി വെയിൽ വന്നു. നല്ല തെളിഞ്ഞ ആകാശവും മരങ്ങളും ചെടികളും ഈ പച്ചപ്പും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എവിടെ നോക്കിയാലും നമുക്ക് വീഡിയോ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഒരുപാട് FM ചാനലുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ തലമുറക്കാരായ ലേഡീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ കല്യാണം കഴിക്കാത്തവരൊക്കെ ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർക്ക് ഇന്ത്യയിലേക്ക് പോരാനും ഒക്കെ ആയിട്ടായിരിക്കണം അവർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് നമ്മളോട് പറയുകയുണ്ടായി ഗ്രൂപ്പിലൊക്കെ കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? മൗറിഷ്യസിലേക്ക് പോയി നല്ല മനോഹരമായ സ്ഥലമാണ്. പോയാല് ഈ സാധാരണ നമ്മൾ പോയി ഒരു സ്ഥലത്ത് പോയി ഇനിയിപ്പോ അടുത്ത സ്ഥലം പിടിക്കാമെന്ന് തോന്നുമെങ്കിലും മൗറിഷ്യസിൽ പോയാൽ പിന്നെ നമുക്ക് പോകണമെന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ സാറേ അല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചോദിക്കുള്ളൂ, ആൺകുട്ടികളും ചോദിക്കോ? അപ്പൊ കുട്ടികളുള്ളതുകൊണ്ടായിരിക്കും ആൺകുട്ടികൾ നമ്മളെ ചോദിക്കുന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചു. എനിക്കങ്ങനെ ഇപ്പൊ ഉണ്ടായില്ല. ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. മോഹങ്ങൾ മരവിക്കാൻ എവിടേക്കു പോണു ഞാൻ? കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, വെളിച്ചമുണ്ടോ? ദുഃഖഭാരം ചുമ. ഞങ്ങൾ വരുന്ന വഴി കണ്ടൊരു ലേക്കാണിത്. ഈ ലേക്കിലെ വെള്ളം നോക്കിയാൽ നല്ല ഗ്രീനിഷ് കളറാണ് ഇത്. അപ്പം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കണം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ആ കളറ്. അതിൻ്റെ ഇടയ്ക്ക് ടണൽ വരുന്നതാണ്. കാരണം നല്ല സീനറിയൊക്കെ കാണുമ്പോൾ എല്ലാവരും ആ വശത്തേക്ക് വരും. അപ്പോഴേക്കും ഒരു ടണൽ വരും. ഇവിടെയൊക്കെ ടണലുകൾ ഒത്തിരി വലിയ ടണലാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഈ ടണൽ കണ്ടപ്പോൾ എന്തൊരു വലിയ ടണൽ എന്നൊക്കെ തോന്നി. പിന്നെ എപ്പോഴും ഇത് തന്നെ കാണുമ്പോൾ ടണലിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ സീനറികളൊന്നും ഇല്ലല്ലോ, ഇരുട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും അങ്ങനെ. അപ്പോൾ നല്ല ഭംഗിയാണിത്. അതായത് മല, മഞ്ഞ്, മരങ്ങൾ, തടാകം എല്ലാം ഉണ്ട്. ഈ മഞ്ഞ് ഉരുകി വീഴുന്ന വെള്ളമാണെന്ന് തോന്നുന്നു ഈ തടാകത്തിലേക്ക്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ടാണ്. ഞങ്ങൾ ബസ്സിലിരുന്നാണ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് തോന്നുന്നിടത്ത് ബസ് നിർത്തി ഇറങ്ങി നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന സീനാണ്. പിന്നെ നമുക്ക് യാത്ര ഒരുപാടുണ്ടെങ്കിലും നമുക്ക് ഒട്ടും ബോറടിക്കില്ല. അതിൻ്റെ കാരണം ഒന്നാമത്തെ എങ്ങോട്ട് നോക്കിയാലും നല്ല സീനറികളാണ്. പിന്നെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ സിറ്റികളും നല്ല ക്ലീനാണ്. അതുകൂടാതെ ഞങ്ങൾ ബസ്സിൽ അന്താക്ഷരി കളിക്കും, ഡംഷറാട്സ് കളിക്കും,
പിന്നെ ഓരോരുത്തർ പാട്ട് പാടും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ അനുഭവങ്ങൾ, തമാശകൾ അങ്ങനെയൊക്കെ പറയും. അപ്പം എല്ലാം ഒന്നും വീഡിയോ പിടിക്കുന്നില്ല, പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ഉറങ്ങും, കാരണം ഹോട്ടലിലും ഒന്നും എല്ലാവർക്കും ഉറക്കം ശരിയാവണുണ്ടാവില്ല. അപ്പോൾ കുറച്ച് പേര് ഉറങ്ങും, ക്ഷീണമുള്ളവർ ഉറങ്ങും. അതുപോലെ ഞങ്ങളുടെ ഈ ട്രിപ്പ് പറയുകയാണെങ്കിൽ സാന്റാ മോണിക്ക ഞങ്ങൾക്ക് ഇന്ന് വരെ അതായത് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗൈഡ് JK സർ, ഞങ്ങൾ JK എന്നാണ് വിളിക്കുന്നത്, എല്ലാത്തിലും വളരെ കെയറിങ് ആണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ഇത് നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും അതായത് പരമാവധി നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. നോർമൽ രീതിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും ചില ദിവസം ഭക്ഷണം കഴിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് വരുന്നത്, ചില ദിവസം ഹോട്ടലിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓസ്ട്രിയയിൽ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇന്ന് നേരത്തെ നമ്മൾ കൂടണഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഹോട്ടലിൽ വന്നപ്പോൾ പിന്നെ സാധാരണ ഞങ്ങൾ ഇതുവരെ താമസിച്ച ഹോട്ടൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ വന്ന ഹോട്ടൽ ഇങ്ങനെ അത്ര ആംബിയൻസ് പോരായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞു, ഇന്നൊരു തട്ടുകടയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളപ്പോൾ എല്ലാവരും പെട്ടിയൊക്കെ ഇറക്കി, ബസ്സിൽ നിന്ന് ലഗേജ് എല്ലാം ഇറക്കി, ലഗേജൊക്കെ കൊണ്ട് ഞങ്ങൾ റിസപ്ഷനിൽ വന്നു. റിസപ്ഷനിൽ വന്നപ്പോൾ അവർ പറയുവാണ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ ബുക്കിംഗ് April 24 ക്യാൻസൽ ചെയ്തു എന്ന് പറയുകയാണ്. ശരിക്കും അപ്പോൾ എല്ലാവരും JK പറയുവാണ് ഞെട്ടിക്കുന്ന വാർത്താനമൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ എന്ത് ചെയ്യും, ഈ കാര്യം 6:30 ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അറിയാത്തൊരു കൺട്രി ഇവിടെയൊക്കെ വന്നിട്ട് ഞങ്ങളാണെങ്കിൽ 32 പേരുണ്ട്, റൂമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ആകെ എല്ലാവർക്കും ഒരു സമയത്ത് ഞങ്ങളൊക്കെ വിചാരിച്ചു. അതായത് എനിക്കൊക്കെ തോന്നിയൊരു കാര്യം, സാന്റാ മോണിക്ക അവർ ഇത്രയും ട്രിപ്പൊക്കെ ഇത് ചെയ്യുന്ന കാര്യം ഇനി അങ്ങനെ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വേറെ മാർഗം അവർ കണ്ടെത്തും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ സമയത്തെ JKയുടെ ആ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ആള് ചോദിക്കുവാണ് ഇന്ന ആൾ പറഞ്ഞില്ലേ, അപ്പോൾ അവിടുത്തെ മാഡം പറയുകയാണ് ഇല്ല. എന്നിട്ട് അവർ മെയിലൊക്കെ എടുത്ത് നോക്കി, എന്നിട്ട് അവർ കറക്റ്റ് പറഞ്ഞു 24 ശ്രേയസെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വേറെ ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ട്, അവർ 1 മണിക്കൂറിനുള്ളിൽ എത്തും എന്ന് പറയുകയാണ്. അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാവരും അപ്പോൾ അവിടുത്തെ റിസപ്ഷനിലൊന്നും അധികം സ്ഥലമില്ല, ഞങ്ങളിങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്, എല്ലാവർക്കും ഇരിക്കാനും ഒന്നും സ്ഥലമില്ല, അങ്ങനെ നിൽക്കുവാണ്. പിന്നെ അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ JKയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, റിലാക്സ് ചെയ്യേ, നിങ്ങൾ അവരെ വിളിക്കുക, ഞാനിങ്ങനെ ഈ ജോലിയിൽ ഉണ്ടായിരുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ JK എല്ലാം ഇന്നലെയും വിളിച്ച് റെഡിയാണെന്ന് പറഞ്ഞതാണ്, ഇന്നും വിളിച്ചെല്ലാം റെഡിയാണെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഹോട്ടലിൽ വന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ആകെ ഇങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോൾ രണ്ടാമത് വിളിച്ചു. അപ്പോഴാണ് ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്ന നമ്മുടെ ഇന്ത്യൻ ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷെ വേറെ ഗ്രൂപ്പാണ്. നമ്മുടെ ഹോട്ടൽ ഒരു 100 മീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ വേറെ ഹോട്ടലായിരുന്നു. അപ്പം അങ്ങനെ ഒരു മിസ്സിങ് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് വന്നു. ആ ഹോട്ടൽ ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഒരു 5-6 പേർക്ക് താമസിക്കാം ഒരു റൂമിൽ. അങ്ങനെ ഒരു റൂമാണ്, നല്ല ആംബിയൻസും ഉണ്ട്, നല്ല ഹോട്ടലാണ്. ഫിഷർമാൻ എന്ന് പറഞ്ഞ സായിപ്പിനെ പറഞ്ഞു വിടുന്ന പാക്കേജുകളൊക്കെ ഉണ്ട്. അതായത് ഒരു ദിവസം രാവിലെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കൂടെ പോകും, അവരെങ്ങനെ വല വീശുന്നുണ്ട്, അവർ പിടിക്കുന്ന മീൻ തന്നെ വെള്ളച്ചാട്ടം എടുക്ക്, അതാ വെള്ളച്ചാട്ടം, ഭയങ്കര ഒരു വെള്ളച്ചാട്ടം, ഐസ് ഉരുകി വരുന്ന വെള്ളച്ചാട്ടമാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒന്ന് വേറെ അവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വലിയ വെള്ളച്ചാട്ടം, സൂപ്പർ വെള്ളം.
അവിടുത്തെ ഗ്ലാസ് വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു. അതിന് നല്ല തണുപ്പും ഉണ്ടാവും, മെഡിസിനൽ പവറുള്ള വെള്ളമായിരിക്കും. ഔഷധങ്ങളുള്ള വെള്ളമാണ്. കുളിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്മേഷമായിരിക്കും. കുടിക്കാൻ പറ്റില്ല, കാണിച്ചു തരാം. കുളിച്ചു കഴിഞ്ഞാൽ ഷൈജു, വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കി പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി, മഴയൊക്കെ മാറി, നല്ല ഭംഗിയാണ്. അതെ, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം ആകുമ്പോഴേക്കും തമ്പുരാൻ സഹായിച്ച് മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥ കിട്ടും. ഞങ്ങളിന്ന് ഇറങ്ങിയ സമയത്ത് മഴയായിരുന്നെങ്കിലും ഞങ്ങൾ, അതായത് ബസ്സിൽ കയറുമ്പോൾ മഴയില്ല, പക്ഷേ ബസ്സിൽ കയറി കുറച്ച് കയറുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി മഴ പെയ്തു. അപ്പോൾ ഇന്ന് വെതർ മോശമാണെന്നാണ്, മഴ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാലും തമ്പുരാൻ്റെ കൃപ, ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോലും ഇറങ്ങുന്ന സമയത്ത് മഴയായതുകൊണ്ട് ഒരു തടസ്സം ഇതുവരെ ഉണ്ടായിരുന്നില്ല. എല്ലാം അതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത്, ഞങ്ങൾ ഈ പോകുന്ന വഴി ഒരു മഞ്ഞുമലയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ മഞ്ഞാണ്. അപ്പോൾ പോകുന്ന വഴി ആ മഞ്ഞുമലയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നതും, അതുപോലെ പറയാൻ എനിക്ക് വാക്കുകളില്ല, അതുപോലെയാണ്. ഇപ്പം തന്നെ നോക്കിയാൽ കാണാം, കോടയുണ്ട്, മരങ്ങളുണ്ട്, മലയുണ്ട്, തടാകം കഴിഞ്ഞു. അപ്പം എല്ലാം കൊണ്ടും വളരെ വളരെ പ്രകൃതി രമണീയമായ സ്ഥലം. അതുപോലെ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ വീടുകൾ, അങ്ങനെ ടൗൺ പോലെ നമുക്ക് അങ്ങനെയുണ്ട്, അതും വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ആകാശമൊക്കെ നല്ല തെളിഞ്ഞു, ആകാശം നല്ല തെളിഞ്ഞ് വൈറ്റ് ആൻഡ് ബ്ലൂ, താഴെ ഗ്രീൻ, നല്ല ഭംഗിയാണ്. നമുക്ക് എത്രയാ, പിന്നെ അവിടെയൊക്കെ നമ്മളുടെ നാട്ടിലെ പോലെയല്ല, ബസ്സിൽ നമുക്കൊരു ടയർഡാവില്ല. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ എനിക്കൊക്കെ കോൾഡ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ സ്വരം അടഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ അല്ല മിനിങ്ങാന്ന് എനിക്കൊരു ത്രോട്ട് പെയിനൊക്കെ തുടങ്ങി, കോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ പോയടുത്ത് സ്നോഫാളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികമൊന്നും പോയില്ല, നിങ്ങൾക്കറിയാം, വീഡിയോ ഒന്നും അധികം കാണിച്ചില്ല. എന്നാലും ഞാൻ ഒന്നിറങ്ങി അവിടെ. പിന്നെ ഇന്നും ഞങ്ങൾ പോയ സ്ഥലത്ത്, അപ്പോൾ ഞങ്ങളീ പോയ സ്ഥലത്ത് ഒരു വണ്ടി നിർത്തിയിട്ട് അവിടെ, അത് കാറാണ്, 3-4 പേര് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജേക്കയുടെ അടുത്ത് ചോദിച്ചു, അവിടെ ഒന്ന് നിർത്തി ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരിക്കും അത് ഞങ്ങളുടെ ട്രിപ്പിലുള്ളതല്ല, പക്ഷെ എന്നാലും ജേക്കെ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു. ഞങ്ങളവിടെ നിർത്തി ഇറങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ നീരൂഴ്ചയും കോൾഡും തൊണ്ടവേദനയും എല്ലാം നമ്മൾ മറക്കും. മീൻ പിടിച്ച് വറുത്ത് തിന്ന്, അന്നത്തെ ഹോട്ടലിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പാത്രങ്ങളും കിച്ചണും. ഇവിടെ മീനുള്ളതുകൊണ്ട് നമ്മളിപ്പോഴും സ്വിറ്റ്സർലൻഡിൽ തന്നെയാണ്. ഇനി ഒരു 14 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കൺട്രി ലൈസൻസ് അങ്ങോട്ട് എത്തും. വിട പറഞ്ഞു, ലൈക്കൻസ്റ്റൈനിലേക്ക് കയറുവാണ്. എവിടെ കൊടി? എവിടെ? അവിടെ അവരുടെ കൊടി വെച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിനോട് ടാറ്റ പറഞ്ഞു. ബഡൂസ് ലൈക്കൻസ്റ്റൈൻ്റെ ക്യാപിറ്റലായ വഡൂസിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു. വഡൂസ് സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞു. ലൈക്കൻസ്റ്റൈൻ കൺട്രിയാണ്, രാജ്യമാണ്. കാരണം ഇവിടുത്തെ ആ ഒരു സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ.
29,000 ആൾക്കാരേ ഉള്ളൂ. സ്ലൈഡിങ് നമ്മുടെ അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട്. വീടുകളാണോ? നമ്മളിതിന്റെ സിറ്റി സെന്ററിൽ നിർത്തുന്നതാണ്. ഒരു കാഴ്ചയുണ്ടെങ്കിൽ എന്ത് അത് മഞ്ഞളിട്ട് അതേ തൈരിട്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ കേട്ടോ. തൈര് കേട്ടോ ആ, തൈര് പുളിയില്ലാത്ത തൈര്. പ്രൊഡക്റ്റ് കൂടുതലാണോ? പിന്നെ ഈ പ്രോഡക്ട്സ് എല്ലായിടത്തും മെയിൻ കൃഷിയിൽ പറഞ്ഞാലും ഡയറി പ്രോഡക്ട്സ് ആണ്. അത് മറ്റുള്ള കൃഷികൾക്കൊക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ കഴിക്കേണ്ടത് കുതിരപ്പാലാ. കഴുതപ്പാലല്ലോ. കഴുതപ്പാൽ, അതുകൊണ്ടാണ് എനർജറ്റിക് ആയി. കുതിരപ്പാല് കുടിക്കുന്നോണ്ടാണ് എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. അതെ. അവിടെ ചെല്ലുമ്പോ കെട്ടിയിരുന്നോ? നല്ല ബിൽഡിംഗ് ഉണ്ടല്ലേ. വീഡിയോയില് ഷൈജു അങ്ങ് ഷൈൻ ചെയ്ത് തൊപ്പിയൊക്കെ എടുത്ത് മാറ്റിട്ടെ വീഡിയോയില്. എപ്പോ? ഇന്നലത്തെ നമ്മള് ആ ട്രെയിനിൽ മറ്റേ ഇതിൽ കേബിൾ കാറിൽ വന്നപ്പോഴേ. അതെ. മഞ്ഞ് മഴ അത് കണ്ടോണ്ടിരിക്കണപ്പോ കണ്ടല്ലേ? ഷൈജു കണ്ടു കാണില്ല. കണ്ടിട്ടില്ല. ഇത് കാണണം. ഞാനേ ഇത് എപ്പോഴായാലും കാണാലോന്ന് വെച്ചിട്ടേ. അതെ, നാട്ടിൽ ചെന്ന ഷൈജു ഓട്ടോ ആണ്, നിലം തൊടാതെ ഓട്ടോ. രാത്രി തന്നെ സൈറ്റിൽ പോകും. അത് ശരി. എവിടേക്കൊന്നും ഉറക്കം വരില്ലേ? ഇവിടെ പുറകിൽ അവിടെ ഒരു പെട്ടിക്കട കാണാം. അവിടെ 8 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ അവർ ലൈക്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു സീല് നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചു തരും. ഒരു രാജ്യം കൂടെ വിസിറ്റ് ചെയ്തതായിട്ടുള്ള ഒരു ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കാം. ഒരു അരമണിക്കൂർ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യും. ഒരു സീൽ അടിച്ചു തരും. വിസിറ്റ് ചെയ്തായിട്ട് 8 യൂറോ. എന്തിനത്? ട്രാവലേഴ്സ് അവർ ഇത്ര മാത്രം ലൈക്കിൻ സ്റ്റൈൽ എന്ന് പറയുന്ന കൺട്രിയിൽ വഡൂസ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മളുടെ ട്രിപ്പിലെ മെയിൻ ഫാമിലിയാണ് നിൽക്കുന്നത്, 3 പേര്. അവരെപ്പോഴും എല്ലാ ദിവസവും സെയിം കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്. യൂണിഫോം കളർ. ഓ യൂണിഫോം കളർ. മരിയക്കുട്ടൻ ആൻഡ് ഫാമിലി. അതും ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഉള്ള ഏക ഡോക്ടറാണ്. ഇന്നലെ എനിക്കൊക്കെ അസുഖം വന്നപ്പോൾ ഡോക്ടറുടെ കൈപുണ്യമുള്ള കൈ കൊണ്ട് തന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് ഇത്ര ഉഷാറായി നടക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട് മാത്രമേ ഉള്ളൂ. ചെറിയൊരു കൺട്രിയാണ്, വളരെ എക്സ്പെൻസീവാണ്. ടോയ്ലറ്റിൽ പോകാനായിട്ട് എല്ലാവരും ക്യൂ നിൽക്കുവാണ്. കാരണം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് നിർത്തിയത്. ഇത് വളരെ എക്സ്പെൻസീവായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ഉള്ളിലെടുക്കുന്നില്ല, പുറത്ത് മാത്രമേ എടുക്കുള്ളൂ. ഡോണ്ട് വറി. ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല, ഇവിടെ വരെയുള്ളൂ. ക്യൂ പാലിക്കുക. ഇവിടെ വന്ന മലയാളികളാണെങ്കിലും വളരെ അനുസരണമുള്ളവരാണ്. എല്ലാവരും ക്യൂ നിന്ന് അവരവരുടെ ഊഴമാവുമ്പോഴേ കയറുള്ളൂ. പെയ്ഡ് അല്ല. ഇവിടെ ചില സ്ഥലത്ത് നമ്മൾ ടോയ്ലറ്റിൽ വരുമ്പോൾ പേയബിളായിരിക്കും. ഇവിടെ പേയബിൾ അല്ല, ഫ്രീ ആണ്. പക്ഷെ നീറ്റാണ്, എല്ലായിടത്തും നല്ല നീറ്റാണ്. നല്ല കൺട്രിയാണ്, വളരെ എക്സ്പെൻസീവാണ്. ആകെ 29,000 ആളുകളെ ഈ കൺട്രിയിലുള്ളൂ. ഈ കൺട്രിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ലൈക്കൻസ്റ്റൈൻ അങ്ങനെയാണ്. ഇവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെങ്കിൽ അത് എഴുതിയിരിക്കുന്ന പോലെ തന്നെയല്ല പ്രൊനൗൺസിയേഷൻ വരുന്നത്. നമ്മൾ വന്ന വഴികളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഞ്ഞ്, അതായത് മുകളിൽ സ്നോ, അതുപോലെ കോടയുണ്ട്, മലയുണ്ട്, പച്ചപ്പുണ്ട്, പിന്നെ ലേക്കുണ്ട്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ്. ഈ മരമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. BP ബാങ്ക്. ഇതാണ് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ ചുറ്റുമുള്ളൊരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്.
ഇവിടെ ചായയും കോഫിയും ഒക്കെ കുടിക്കാനായിട്ടും സോവനീർ വാങ്ങിക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഇവിടുത്തെ സോവനീർ. ലൈക്ക് ഇറ്റ് സ്റ്റേ സോവനീർസ് ആണ് ഈ വെച്ചിരിക്കുന്നത്. അത് വാങ്ങാനാണോ? യെസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൈക്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ കൺട്രിയാണ്. വളരെ എക്സ്പെൻസീവാണ്. ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് ആകെ ഈ കൺട്രിയിൽ ഇവിടെ ഈ ഒരു ഫോട്ടോ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങി നടന്ന് കാണാം, കോഫി കുടിക്കാം, ഇവിടുത്തെ സോവനീർ വാങ്ങിക്കാം. അപ്പോൾ എല്ലാവരും പിന്നെ നമ്മളിവിടെയൊക്കെ വരുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ വൈഫൈ കിട്ടും. വൈഫൈ നമ്മൾ സൈൻ ഇൻ ചെയ്താൽ വൈഫൈ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ചായ കുടിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഫോട്ടോ സിറ്റി ടൂർ അല്ലേ? സിറ്റി ടൂറിന് പോയാൽ ബസ്സിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവോ? ധൈര്യമായിട്ട് പോവാം അല്ലേ? ടൈമില്ല. നമുക്ക് സിറ്റി ടൂറിന് വേണമെങ്കിൽ പറഞ്ഞില്ല. ഓ ഇവിടെ സിറ്റി ടൂറാണ് ഈ കാണുന്ന ബസ്. പേ ചെയ്യണം. ഓ ഇത് നമ്മളുടെ ഇതിൽ പെടുന്നതല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ തന്നെ പേ ചെയ്ത് വേണമെങ്കിൽ പോകാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരിക്കും ഈ സിറ്റി ടൂറിൽ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളിൽ. എന്താ വെച്ചാൽ ഇറങ്ങി കാണാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പുറത്തിരുന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യും. കുട്ടി ബസ്സാണ് ഞങ്ങളുടെ. വേറെ ഗ്രൂപ്പുകളും വന്നിട്ടുണ്ട്. അവരൊക്കെ ഇതിൽ കയറുന്നുണ്ട്, പോകുന്നുണ്ട്. ഞങ്ങൾ പക്ഷെ കയറിയിട്ടില്ല. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ എൻജിൻ കാണിച്ചു തരാം. ഇതാണ് സിറ്റി ബസ്, സിറ്റി ടൂറ്. ഇങ്ങനെ ഒരു കുട്ടി ബസ്സാണ്. നമ്മുടെ ലൈക്കൻസ്റ്റൈൻ എന്ന കൊച്ചു കൺട്രിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുന്തിരിത്തോട്ടമാണ് ഈ കാണുന്നത്. യെസ് യെസ്, മുന്തിരിത്തോട്ടം പിടിച്ചിട്ടുണ്ട്. ഇല്ല, അത് ആ പന്തല് കൊടുക്കില്ല. അത് ആ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, അത്രേ വരുള്ളൂ. പക്ഷെ ഇഷ്ടം പോലെ മുന്തിരി ഉണ്ടാവും. നമ്മുടെ അവിടെയൊക്കെ പൂത്തിട്ടുണ്ട്, അതൊക്കെ പൂത്തിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ ഈ മുന്തിരിയിൽ ചെറിയൊരു കോലാണ് കുത്തി നിർത്തിയിരിക്കുന്നത്. അതിൽ വെട്ടി നിർത്തും. പക്ഷെ അതിൽ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടാവും. നമ്മുടെ അവിടെയൊക്കെ പടർത്തിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ മുകളിൽ പന്തലിടുന്നില്ല. അത് ഞങ്ങളുടെ കസിൻസിന്റെ വീട്ടിൽ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ അവിടെ നട്ടിട്ടുണ്ട്. അവര് പറഞ്ഞതാണ്. അതിന്റെ വള്ളികളെ കട്ട് ചെയ്യുമ്പോൾ മെയിൻ സ്റ്റെമ്മിൽ 6 ഇഞ്ച് നീളം മാത്രം. പടത്തിയിട്ടിരിക്കുന്ന വള്ളിയുടെ ഉപയോഗമില്ല. അല്ലല്ല, അതങ്ങ് വെട്ടിയിട്ട് കൊടുക്കും. താഴെ വെട്ടിയാണെല്ലാം കരിഞ്ഞു പോകും. പടത്തിയിട്ടിരിക്കുക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അറ്റത്ത് മലകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. വളരെ എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഇനി ഇവിടെ ഈ ലൈക്കൻസ്റ്റൈനിൽ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇനി ഓസ്ട്രിയ. ഞങ്ങൾ ഓസ്ട്രിയയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഒരു ഫോട്ടോ സ്റ്റോപ്പ്. അവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ ഞങ്ങളൊരു 8 യൂറോ കൊടുത്താൽ, 8 യൂറോ അല്ല പറഞ്ഞത്, 10 യൂറോയോ 3.5 യൂറോ മതിയായിരുന്നു. 3.5 യൂറോ കൊടുത്താൽ നമ്മളുടെ പാസ്പോർട്ടിൽ ഈ ലൈക്കൻസ്റ്റൈൻ്റെ ഒരു സീല് കുത്തി തരും. അതായത് നമ്മളൊരു കൺട്രി വിസിറ്റ് ചെയ്തു എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ. ഇനി ഞങ്ങളൊന്നും പാസ്പോർട്ടിൽ സീലൊന്നും കുത്തിച്ചിട്ടില്ല. ഞങ്ങളൊരു സോവനീർ വാങ്ങിച്ചു അവിടെ നിന്ന്. ഞങ്ങൾ പോകുന്ന കൺട്രിയിൽ നിന്നെല്ലാം ഒരു സോവനീർ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കൺട്രിയുടെ ഞങ്ങൾക്ക് കിട്ടിയില്ല, ബെൽജിയം ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് ഞങ്ങൾ വാങ്ങിക്കാൻ നിന്നപ്പോഴേക്കും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വൈകിയപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാന്ന് ഓർത്തു. പിന്നെ അത് കിട്ടിയില്ല. ഇനിവേ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. എല്ലായിടവും നല്ല ഭംഗിയുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊക്കെ ആയിട്ടൊരു മടിയുണ്ട്. തണുപ്പും കൂടുതലാണ്. അപ്പോൾ കുഴപ്പമില്ല, ചൂടുമില്ല. നല്ല ക്ലൈമറ്റാണ്. നല്ല തെളിഞ്ഞ ആകാശം. എല്ലായിടവും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവര്. ഇത് താമസിക്കുന്ന വീടുകളാണോ ഈ കാണുന്നത്? താമസിക്കുന്ന വീടുകളാണ് അല്ലേ? നമ്മളുടെ അവിടെയൊക്കെ ഉള്ള പോലെ ഓടൊക്കെ ഇട്ട വീടുകളൊക്കെ കാണുന്നുണ്ടല്ലോ. മുകളില് റൂഫ് ഓടാണ് കാണുന്നത്.
കിട്ടുന്നില്ല. ഇത് ചിലപ്പോ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഓട് വെച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? ഈ ഓട് നമ്മുടെ അവിടുത്തെ പോലെ ഒരു റൂഫിംഗ് മെറ്റീരിയൽ ആണ് അത് ഒട്ടിക്കുന്നതല്ലേ? അല്ല, ഓക്കെ. ഓ സൈഡ് നോക്കിയാൽ കാണാം. സൈഡ് നോക്കി. സിറ്റികളെല്ലാം നല്ല ക്ലീൻ ആണ്. എവിടെ മരങ്ങൾ നിർത്തിയിരിക്കുന്നതാണെങ്കിലും കൊമ്പൊക്കെ വെച്ച് കെട്ടി നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. ലൈക്കൻസ്റ്റൈൻ എന്ന് പറയുന്ന കൺട്രിയുടെ ഭംഗിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളൊരു 2 മണിക്കൂർ കൊണ്ട് ഓസ്ട്രിയയിലേക്ക് എത്തും. ഞങ്ങൾ ലഞ്ച് അവിടെ നിന്നാണ്. ഓസ്ട്രിയ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ലൈക്കൻസ്റ്റൈൻ, ഇനി ഞങ്ങൾ ഓസ്ട്രിയ. 3 കൺട്രിയാണ് ഇന്ന് ഞങ്ങൾ പാസ് ചെയ്യുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈക്കൻസ്റ്റൈൻ. ലൈക്കൻസ്റ്റൈനിൽ വഡൂസ് എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മൾ ഇറങ്ങി. അവിടെയാണ് നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചത്. ഇനി നമ്മൾ ഓൺ ദ വേ ടു ഓസ്ട്രിയ. ഞങ്ങൾ ഓസ്ട്രിയ വരുന്നുണ്ട്, പക്ഷെ വിയന്ന എത്തുന്നില്ല. എൻ്റെ ഒരു കസിൻ ഉണ്ട് അവിടെ, പ്രിൻസി ചേച്ചി. ടിമ്മി ചേട്ടൻ ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു വിയന്ന വരുന്നുണ്ടോയെന്ന്. ഞങ്ങൾ വിയന്ന വരുന്നില്ല, ഈ ട്രിപ്പിൽ വരുന്നില്ല. നെക്സ്റ്റ് ടൈം ഞങ്ങൾക്ക് തമ്പുരാൻ അനുവദിച്ചാൽ ഇവിടെയൊക്കെ ഒന്നുകൂടി ഓരോ കൺട്രിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ അവസരം കിട്ടിയാൽ അപ്പോൾ വിശദമായിട്ട് ബിനിച്ചേട്ടാ, പ്രിൻസി ചേച്ചി എല്ലാവരെയും കാണാം. കുന്നിക്കുടിമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരനും കൂട്ടുകാർ. ദൂരം ചെന്ന് പെൺമുയൽ പിന്തിരിഞ്ഞപ്പോൾ മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ കുറേയേറെ പിന്നിലായിട്ട് ആമയെ കണ്ടു, പാവം ആമയെ കണ്ടു. താങ്ക് യു. ദൂരം ചെന്ന് പെൺമുയൽ പിന്തിരിഞ്ഞപ്പോൾ മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ കുറേയേറെ പിന്നിലായിട്ട് ആമയെ കണ്ടു, പാവം ആമയെ കണ്ടു. മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി സഹതാപം തോന്നി. മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി ഇടയും ചങ്ങാതിയെ നോക്കി സഹതാപം തോന്നി. പാത്തുപതുങ്ങി പമ്മി നടക്കും കുന്നിക്കുടിമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ കുന്നിക്കുടിമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ബഹുദൂരം ചെന്നു പെൺമുയൽ പിന്തിരിഞ്ഞപ്പോൾ മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ കുറേയേറെ പിന്നിലായിട്ട് ആമയെ കണ്ടു, പാവം ആമയെ കണ്ടു. മുതുകിൽ കൂടാരവും ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഉണർന്നിടയിലോടാം, അങ്ങനെ ലക്ഷ്യവും നേടാം. അവനെത്തിടും മുൻപുണർന്നിടയിലോടാം, അങ്ങനെ ലക്ഷ്യവും നേടാം. മുയലങ്ങനെ ചിന്തിച്ചു, കുറെ നേരം ഉറങ്ങിപ്പോയി. ഉണരും മുൻപാമച്ചേട്ടൻ സമ്മാനം നേടി. പാട്ടുപതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴിമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. നമ്മൾ ഓസ്ട്രിയ എത്തി. അതൊരു ചെറിയ രാജ്യമായിരുന്നല്ലോ, അത് കഴിഞ്ഞു. ലൈക്കൻസ്റ്റൈൻ കഴിഞ്ഞു. നമ്മൾ ഓസ്ട്രിയയിലേക്ക് പ്രവേശിച്ചു. വലിപ്പം 160 സ്ക്വയർ കിലോമീറ്റർ ലൈക്കൻസ്റ്റൈൻ.
ചാലക്കുടി എത്തി എന്ന് പറയുന്ന പോലെ അതെ, ഒരു രാജ്യം കഴിഞ്ഞു. ഓസ്ട്രിയയും നല്ല ഭംഗിയുള്ള കൺട്രിയാണ്. ഇവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ വീടുകളെല്ലാം ഓൾമോസ്റ്റ് ഒരേ ഷേപ്പും ഒരേ വലുപ്പമൊക്കെയാണ് തോന്നുന്നത്. അത്യാവശ്യം ട്രാഫിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 9 സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷനാണ് ഈ ഓസ്ട്രിയ എന്ന് പറയുന്നത്. അതില് ക്യാപിറ്റൽ വിയന്ന എന്ന് പറയുന്ന ഒരു ഫെഡറേഷനാണ്. ഇതിന്റെ ബോർഡറുകൾ എന്ന് പറയുന്നത് കിഴക്കൻ ഭാഗത്ത് ഹംഗറി, സ്ലൊവേനിയയും ഇറ്റലിയുമാണ് ഇതിന്റെ വടക്കൻ ഭാഗത്ത്. സ്വിറ്റ്സർലൻഡും ലൈക്കൻസ്റ്റൈനുമാണ് ഇതിന്റെ പടിഞ്ഞാറ്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് 83,871 സ്ക്വയർ കിലോമീറ്ററുകളാണ്. പോപ്പുലേഷൻ ഏതാണ്ട് 10 മില്യന്റെ അടുക്കലുണ്ട്. ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇവിടെ ഹംഗേറിയൻ, സ്ലൊവേൻ, ക്രൊയേഷ്യൻ ഒക്കെയാണ്. റിലീജിയൻ വരുന്നത് ഏതാണ്ട് 64% ക്രിസ്ത്യൻസും 26% മറ്റുള്ള റിലീജിയൻസും ഒക്കെയാണ്. ഗവൺമെന്റ് ഏതാണ്ട് ഫെഡറൽ പാർലമെന്ററി റിപ്പബ്ലിക്കാണ്. പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലൻ എന്ന് പറയുന്ന ആളായിരുന്നു നേരത്തെ. ചാൻസലർ കാൾ ന്യൂബർഗ്. ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ് ഇവിടെ. ഇവിടെ എലക്ടഡ് പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അതുകൂടാതെ ചാൻസലർ ആണ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റും ചീഫ് എക്സിക്യൂട്ടീവ്. മേജർ സിറ്റീസ് വരുന്നത് വിയന്ന, സാൽസ്ബർഗ്, ഇൻസ്ബർഗ് ഒക്കെയാണ്. മ്യൂസീഷ്യൻസ് ഇവിടുത്തെ മൊസാർട്ട്, നമുക്കറിയാവുന്ന മൊസാർട്ട് ലോക ഫെയിം പ്രശസ്തനായ ആള് ഇവിടുത്തുകാരനാണ്. അതുപോലെ ഹയാൻ, സ്കോഡൻബർഗ്, ബ്രൊക്കനർ എന്ന് പറയുന്ന ഒരുപാട് ഫേമസ് മ്യൂസീഷ്യൻസ് ഉണ്ട്. മൊസാർട്ട് ഒരു ഓസ്ട്രിയൻ സൂപ്പർ സ്റ്റാർ ആണ്. ഷുഗർ ബീറ്റ്സ്, വീറ്റ്, കോൺ, ബാർലി, പൊട്ടറ്റോസ്, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശസ്തമായ കാർഷിക വിളകൾ. പിന്നെ അതുകൂടാതെ ആപ്പിള്, ഗ്രേപ്സ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ആപ്പിളിന്റെ സീസൺ ആണോ? അപ്പോ സീസൺ ആണോ എന്നുള്ളതൊന്നും നോക്കേണ്ടി വരും. ആപ്പിള് മരത്തിൽ നിന്ന് പറിച്ചു തിന്നണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വിലയിരുത്തൽ അനുസരിച്ച് ഓസ്ട്രിയ സമ്പന്ന രാജ്യങ്ങളിൽ ഏതാണ്ട് 10ാം സ്ഥാനത്തുള്ള ഒരു രാജ്യമാണെന്നാണ് പറയുന്നത്. ഇന്ത്യ ഏതാണ്ട് 138ാം സ്ഥാനത്ത് വരെയാണുള്ളത്. അവിടുത്തെ ലാംഗ്വേജ് ഏതാണ്ട് ജർമ്മനാണ്. മുകളിലും താഴെയും ചുവപ്പും നടുക്ക് വെള്ളയുമായിട്ടുള്ള ഒരു തരം ഫ്ലാഗാണ് ഇവരുടെ ഉള്ളത്. ഇവിടുത്തെ പ്രധാന നദി ഓസ്ട്രിയയിലെ ഡാന്യൂബാണ്. ഓസ്ട്രിയയില് വിയറ്റ്നാം വിമാനത്താവളത്തിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ പണ്ടത്തെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ ഒക്കെ വീഡിയോ സഞ്ചാരം കണ്ടിട്ടുള്ളവർക്കറിയാം. പുള്ളി ഓസ്ട്രിയൻ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ മുകളിൽ നിന്ന് ഡാന്യൂബ് വ്യക്തമായി കാണുന്നുണ്ടോ? പുള്ളി അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ പുരാതന കാലം മുതൽ മനുഷ്യവാസമുള്ള സ്ഥലമാണ് ഓസ്ട്രിയ. റോമൻ സാമ്രാജ്യം ശക്തി പ്രാപിച്ച സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്ന സെൽറ്റിക് ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തുകയും ഈ പ്രദേശം അവരുടെ പ്രവിശ്യയാക്കുകയും ചെയ്തു. റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ബവേറിയന്മാരും സ്ലാവുകളും ഓസ്ട്രിയയിലേക്ക് കുടിയേറി. അത് കഴിഞ്ഞ് അതിന്റെ AD 14-15 നൂറ്റാണ്ടായപ്പോഴേക്കും ആവുസ്ബർഗ് ചക്രവർത്തിമാരുടെ നിയന്ത്രണത്തിലായി ഓസ്ട്രിയ. അവരാണ് ഈ രാജ്യത്തിന് ഒരു പുതിയ ക്രമം ഉണ്ടാക്കിയത്. ഇവിടെ നിരവധി പാർട്ടികളുള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ, കേരളത്തിലെ പോലെ. അതിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 1ാം സ്ഥാനം 2006 വരെ മുന്നിട്ട് നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പീപ്പിൾസ് പാർട്ടിക്ക് ഇപ്പോൾ 2006 വരെ പീപ്പിൾസ് പാർട്ടി ആയിരുന്നു 1ാം സ്ഥാനത്ത്. അവരിപ്പോൾ 2ാം സ്ഥാനത്തേക്ക് പോയിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇവിടെ 1ാമതായിട്ടുള്ളത്. മരങ്ങളും മലകളും ഇവിടെ നല്ല ഭംഗിയുള്ള മലകളും. 3:10 വൈകുന്നേരമോ? ഇവിടെയോ? ഇവിടെ ഇപ്പൊ സമയം രാവിലെ 11:40. നാട്ടില് 3:10. എന്ത് ഭംഗി, എല്ലാ സ്ഥലങ്ങളും കാണാനല്ലേ? അത് ഞാൻ കാണിച്ചു തരില്ല. നിങ്ങൾ അങ്ങനെ സൂചിക്കണ്ട.
സുഖിച്ചോ? നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അന്ന് ഞാൻ വീഡിയോ പിടിച്ചപ്പോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഞാൻ കൃത്യ ക്യാമറ ആയിട്ട് കൊണ്ടുവന്നപ്പോ രണ്ടുപേരും സൈമൾട്ടേനിയസ് ഉപ എന്ത് ഭംഗിയുടെ കാണാനായിട്ട്. ഇതാണ് ഓസ്ട്രിയയുടെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. വെരി നൈസ്. മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി. ഏത് വശത്തേക്ക് നോക്കിയാലും നല്ല ഗ്രീനറി. അവിടെ നമ്മുടെ ഷൈജു ഇനി നമ്മുടെ ഇന്ത്യയിലെ അതിരപ്പള്ളിയൊക്കെ ഓസ്ട്രിയ പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്നാണ്. ഇതാണ് ഷൈജു കോൺട്രാക്ടർ ആണ്. അതിരപ്പള്ളിനെ ഇതുപോലെ ഒരു അടിപൊളിയാക്കിട്ട് ഡെവലപ്പ് ചെയ്ത് ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് മനോഹരമായിട്ട് ഇത് ആസ്വദിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ഇപ്പൊ ആഗ്രഹം ദൈവം സഫലമാക്കട്ടെ. അതെ, നമ്മുടെ ഇവിടെ കാശ്മീർ ഒരു സ്ഥലം പറയും മിനി സ്വിറ്റ്സർലൻഡ് എന്ന്. ഒരു കുതിരപ്പുറത്ത് കയറി പോയിട്ട് എന്ന് പറഞ്ഞ പോലെ അതിരപ്പള്ളി ഭാവിയില് ഒരു മിനി ഓസ്ട്രിയ ആവട്ടെ എല്ലാ ഭാവുകങ്ങളും. അല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൈവറ്റ് ആളുകൾക്ക് വിട്ടുകൊടുത്ത ഷൈജു സെറ്റ് ആക്കും അല്ലേ? അതെ, നാട് നന്നാവും, സംസ്ഥാനം നന്നാവും, രാജ്യം നന്നാവും. പിന്നെ നമ്മളുടെ അതെ അങ്ങനെയല്ല, ഞാൻ നന്നായാൽ വീട് നന്നാവും, വീട് നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ നമ്മുടെ സംസ്ഥാനം നന്നാവും, സംസ്ഥാനം നന്നായാൽ രാജ്യം നന്നാവും. നമ്മുടെ ഏറ്റവും വലിയത് നമ്മുടെ വേസ്റ്റ് വലിച്ചെറിയല. അത് മാറിയാൽ തന്നെ കൊച്ചി മാത്രമല്ല, എവിടെ ചെന്നാലും ഒരു സ്ഥലം ഉണ്ടാവും വേസ്റ്റ് കൊണ്ടുവന്ന് വലിച്ചെറിയണ ഒരു സ്ഥലം. പിന്നെ ഇപ്പൊ കൊറേയൊക്കെ ക്യാമറയൊക്കെ വെച്ചേക്കുന്നോണ്ട് എല്ലാ പ്രൊവിൻസിനും അതിൻ്റെതായ കൾച്ചറും ഭൂമിശാസ്ത്രപരമായും ഒക്കെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലുമാണ് ഈ രാജ്യത്തിന്റെ 9 പ്രൊവിൻസുകൾ. ആദ്യത്തെ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ ബുണ്ടർലാൻഡ് ക്യാപിറ്റൽ, പിന്നെ കാരിത്തീന, കാർട്ടൻ, പിന്നെ ലോവർ ഓസ്ട്രിയ, അപ്പർ ഓസ്ട്രിയ, സാൽസ്ബർഗ്, സ്റ്റൈറിയ, ടൈറോൾ, മൊറാൽബർഗ്, വിയന്ന, ക്യാപിറ്റൽ വിയന്ന. അതൊരു പ്രൊവിൻസാണ്, ക്യാപിറ്റൽ സിറ്റി. അങ്ങനെ 9 പ്രൊവിൻസാണ്. ഈ ഓരോ പ്രൊവിൻസിനും അതിൻ്റെതായ ഗവൺമെന്റുകളും അവർക്ക് പ്രത്യേക അധികാരങ്ങളും ഒക്കെ ഉണ്ട്, റീജിയണൽ മാറ്റേഴ്സിലൊക്കെ തീരുമാനം എടുക്കാനൊക്കെ. അതുപോലെ ഫെഡറൽ ഗവൺമെന്റ് ആണ് നാഷണൽ ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്, നമ്മളവിടുത്തെ പോലെ തന്നെ. മെയിൻ 3 ബ്രാഞ്ചുകളാണ് ഈ റിപ്പബ്ലിക്കിനുള്ളത്: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നമ്മുടെ ഇവിടത്തേക്ക് പോലെ തന്നെ പ്രസിഡന്റ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഒരു 6 വർഷത്തേക്കാണ് പ്രസിഡന്റിനെ ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. പോപ്പുലർ വോട്ടിന്റെ അടിസ്ഥാനത്തിലേക്കാണ്. പ്രസിഡന്റിനുള്ളത് ഇവിടുത്തെ സെറമോണിയൽ ഡ്യൂട്ടീസ് ആണ്. ചാൻസലറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇവിടെ ഈ പ്രസിഡന്റാണ്. അങ്ങനെയുള്ള ചില പ്രധാന ഡ്യൂട്ടികളാണ് പ്രസിഡന്റിനുള്ളത്. പിന്നെയുള്ളത് ഫെഡറൽ ചാൻസലർ, ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. അദ്ദേഹത്തെ പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ചാൻസലർ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഹെഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ മേലോട്ട് പോയിക്കുന്നത് ചാൻസലറാണ്. പിന്നെ ഫെഡറൽ മിനിസ്റ്റേഴ്സ്,
ബോഡി ഉണ്ട്. പിന്നെ ഫെഡറൽ കൗൺസിൽ, അപ്പർ ഹൗസ്, അത് ഓരോ പ്രൊവിൻസസിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അതിന്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊവിൻഷ്യൽ പാർലമെന്റ് ഡെലിഗേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇവിടെ തന്നെ രാജ്യസഭയിലേക്ക് ഓരോ സംസ്ഥാനത്ത് നിന്ന് ഓരോ മെമ്പേഴ്സിനെ സജസ്റ്റ് ചെയ്ത് വിടുന്നത് പോലെ ഇവിടെ അങ്ങനെ തന്നെയാണ്. അതിന്റെ കോമ്പോസിഷൻ ഓരോ പ്രൊവിഷണൽ ഇലക്ഷൻ കഴിയുമ്പോഴും അതിന്റെ കോമ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഓരോ ഗവൺമെന്റ് മാറി കഴിയുമ്പോഴത്തേക്കും രാജ്യസഭയിലെ അംഗത്വത്തിന്റെ ഇതിൽ വ്യത്യാസം വരും സംസ്ഥാനങ്ങളുടെ ഇതിനനുസരിച്ച്. ജുഡീഷ്യറി ബ്രാഞ്ച് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന രീതികളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്നാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത്. സുപ്രീം കോർട്ട്, അതാണ് ഹയസ്റ്റ് കോർട്ട്. സിവിൽ ക്രിമിനൽ കേസുകളുടെ ഹയസ്റ്റ് അപ്പീൽ കോർട്ട് സുപ്രീം കോർട്ടാണ് ഇവിടെ. അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടുണ്ട്, അത് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസും ഇൻഡിവിജ്വൽസുമായിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടാണ്. മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. 2 മേജർ പാർട്ടീസ് ആണ് ഇവിടെ ഉള്ളത്. ഓസ്ട്രിയൻ പീപ്പിൾസ് പാർട്ടി, അതായത് OVP, സെൻട്രൽ റൈറ്റ് പാർട്ടിയാണ്. അതും കൂടാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഓസ്ട്രിയ, ഒരു സെൻട്രൽ ലെഫ്റ്റ് പാർട്ടിയാണ്. ബാക്കിയുള്ള സിഗ്നിഫിക്കന്റ് പാർട്ടീസ് എന്ന് പറയുന്നത് ഫ്രീഡം പാർട്ടി ഓഫ് ഓസ്ട്രിയ, ദ ഗ്രീൻ ഓൾട്ടർനേറ്റീവ് ആൻഡ് നിയോസ്, ദ ന്യൂ ഓസ്ട്രിയ ആൻഡ് ലിബറൽ ഫോറം കോalition ഗവൺമെന്റ്സ് ഇവിടെ കോമൺ ആണ്. കാരണം ഇവിടെ ഒരു സിംഗിൾ ഗവൺമെന്റ് മെജോറിറ്റി കിട്ടാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് പ്രൊഡക്ഷൻ ഉള്ള ഒരു രാജ്യമാണ് ഓസ്ട്രിയ. ഓർഗാനിക് ഫാമിംഗ് ധാരാളം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഗ്രെയിൻസിൽ ഇവിടെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വീറ്റ്, ബാർലി, കോൺ അതുപോലുള്ള വിളകളാണ്. പൊട്ടറ്റോസ് ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് ഓസ്ട്രിയൻ ക്യുസിനിൽ. ഷുഗർ ബീറ്റ്സ്, ഷുഗർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഷുഗർ ബീറ്റ്സ്. പിന്നെ ഫ്രൂട്ട്സിൽ ആപ്പിള്, പിയർ, പ്ലം, ചെറി ഇതൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള, അതായത് സ്റ്റെവിയ ആൻഡ് ലോവർ ഓസ്ട്രിയൻ ഭാഗങ്ങളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിനിയാർഡ്സ്, ഓസ്ട്രിയ വൈൻ പ്രൊഡക്ഷന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. വൈറ്റ് വൈൻസ് ലൈക്ക് ഗ്രണ്ണർ, വെൽറ്റ്ലൈനർ, റൈസ്ലിംഗ്. Key wine regions, Macube, Burgenland, Stevia, അതുപോലുള്ളതൊക്കെയാണ് കീ വൈൻ പ്രൊഡ്യൂസിങ് ഏരിയാസ്. ലൈഫ് കാറ്റിൽ ഹൈ ക്വാളിറ്റി ബീഫും ഡയറി പ്രോഡക്ട്സും ഓസ്ട്രിയ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ആൽപൈൻ പർവ്വത പ്രദേശങ്ങളെല്ലാം ഈ ഡയറി ഫാമിങ്ങിനൊക്കെ വളരെ പ്രശസ്തമായ സ്ഥലങ്ങളാണ്. പിഗ്സ്, പോർക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ഓസ്ട്രിയൻ അഗ്രികൾച്ചറിൻ്റെയും ക്യുസിൻ്റെയൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പോൾട്രി. ചിക്കനും ടർക്കിയും ഒരുപാട് പേരിവിടെ കർഷകർ അതിലൂടെ വരുമാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡയറി പ്രോഡക്ട്സിൽ വരുന്നത് മിൽക്ക്. യൂറോപ്പിലെ ഒരു മേജർ മിൽക്ക് പ്രൊഡ്യൂസിംഗ് കൺട്രിയാണ് ഓസ്ട്രിയ. ചീസ്, ഒരുപാട് തരം ചീസുകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൗണ്ടൻ ചീസ്, എമ്മൻറ്റൽ, ലിംബർഗർ എന്നൊക്കെ പറയുന്ന ചീസുകൾ. ഓസ്ട്രിയ ഒരു ലീഡിംഗ് ഓർഗാനിക് ഫാമിംഗ് കൺട്രിയാണ് യൂറോപ്യൻ യൂണിയനിൽ. ഈ കൃഷിയുടെ ഒരു മേജർ ഭാഗം ഈ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഓർഗാനിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് എല്ലാം ഉൾപ്പെടുന്നതാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചില പ്രോഡക്ട്സ് ആണ് പംകിൻ സീഡ് ഓയിൽ, സ്റ്റെവിയ എന്നുള്ളത്. പിന്നെ ഹണി, ഓസ്ട്രിയൻ ഹൈ ക്വാളിറ്റി ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെർബ്സ് ആൻഡ് സ്പൈസസ്, ഒരുപാട് തരം ഹെർബ്സ് ആൻഡ് സ്പൈസസ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. കുലിനറി ആൻഡ് മെഡിസിനൽ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളതാണ്. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾ
മുന്തിരിച്ചാറൊരുക്കി വെച്ചു എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തി എനിക്കു നൽകി താമരയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടു ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിണ്ണ തന്നില്ലേ അതിനെല്ലാം നന്ദിയാ നിങ്ങൾ കുരിശല്ലു നൽകിടും നിപ്പോ താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടു ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു കൊടുങ്കാട്ടിലന്ന് നിങ്ങൾക്കാ മേഘദീപത്തോണു തീർത്തു ഞാൻ അറിയാത്തോരപരാധങ്ങൾ നിങ്ങളെന്നിൽ ചുമത്തിയിടുന്നു രാജചെങ്കോലേകി വാഴിച്ചു നിങ്ങളെ
നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ നമ്മൾ പോകുന്നത് ഒരു മലയിലേക്കാണ്, മഞ്ഞാണ് അവിടെ. അപ്പോൾ അതിൻ്റെ വ്യൂ ഇവിടുന്നേ മുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ആ മഞ്ഞിൽ വെയിലടിക്കുമ്പോൾ നല്ല തിളങ്ങണ പോലെ കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും അതൊക്കെ വീഡിയോ പിടിക്കാനായിട്ടുള്ള തിരക്കിലാണ്. നല്ല രസമാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നേരിട്ട് കാണണം. നമ്മൾ കാശ്മീർ പോകുമ്പോൾ അങ്ങനെയാണ്. കാശ്മീർ പോകുമ്പോൾ അവിടെ ഗുൽമർഗിൽ കേബിൾ കാറിൽ കയറിയിട്ട് അവിടെ സെക്കൻഡ് ലെവല്, അതും കാലാവസ്ഥ അനുകൂലമായാലാണ് സെക്കൻഡ് ലെവല് പോകാൻ പറ്റുള്ളൂ. ആ സെക്കൻഡ് ലെവലിൽ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും അവിടെ നല്ല മഞ്ഞും ഇതൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ അങ്ങനെയല്ല, താഴ്ത്തുനിന്ന് കാണുന്നപ്പോൾ ആ വെയിലടിക്കുമ്പോൾ, അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ആ വെയിൽ മഞ്ഞിലേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ആ കളർ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളറാണ്. അതുപോലെ ഇവിടെ ഞങ്ങൾ അകലേന്ന് ഇത് കാണുമ്പോൾ ആ മുകളിൽ, അപ്പോൾ മഴക്കാരാണെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവില്ല അതിന്. ഞാൻ പറഞ്ഞില്ലേ, തമ്പുരാൻ്റെ കൃപയാൽ ഞങ്ങൾ ചെന്നിറങ്ങുന്ന സമയത്ത് മഴയൊക്കെ മാറുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ മഴയൊന്നുമില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും അല്ല, ഗ്രൂപ്പിലുള്ള പലർക്കും കോൾഡൊക്കെ വന്നിട്ടുണ്ട്. കാരണം നോക്കിയാൽ നമുക്ക് വളഞ്ഞു പോകുന്ന ഘാട്ട് റോഡ്സ്, മുകളിലേക്ക് കയറേണ്ട വഴികൾ കാണാം. ഒരുക്കി വന്നിട്ട് അത് വയസ്സായിക്കൊണ്ടാണ് അല്ലേ? താമരശ്ശേരി ചുരം. ഈ റൂഫിന്റെ, ഈ ഗോൾഡൻ റൂഫ് എന്ന് പറയുന്നതിന്റെ ടൈൽസ് കോപ്പറിൽ നിന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫയർ ഗിൽഡഡ് ആയിട്ട്, അതായത് തീ കൊണ്ട് കോപ്പറിൽ നിന്ന് ഉരുക്കി പരത്തിയെടുത്തിരിക്കുന്നതാണ്. അത് ഈ കോപ്പറിന്റെ മേലെ ഒരു തിൻ ലെയർ ഓഫ് ഗോൾഡ്, ഒരു ലീഫ് പോലെ അതിന്റെ മേലെ കുഴിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഗോൾഡൻ റൂഫ് എന്ന് പറഞ്ഞ് ഇതിനറിയുന്നത്. ഇതൊരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഈ നമ്മുടെ ഇവിടുത്തെ. ഒരുപാട് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഗോൾഡൻ റൂഫ് എന്ന് പറയുന്നത് ഇൻസ്പെക്ടറിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ഇവിടെ അതിന്റെ പുരാതനമായ ചരിത്രവും എല്ലാം ഹോൾഡ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയെ കുറിച്ചുള്ള സിമ്പിളായിട്ട് താജ്മഹൽ കാണുന്ന പോലെ തന്നെ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ റൂഫാണ്. ഈ ഗോൾഡൻ റൂഫിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഒരുപാട് ലൈവ്ലി ആയിട്ടുള്ള വിനോദങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഫെസ്റ്റിവൽസ്, ക്രിസ്മസ് മാർക്കറ്റ്, ആ സമയത്ത് ക്രിസ്മസ് സീസണിലെ മാർക്കറ്റ്, ഇത് ഈ പല ഈവന്റ്സിനും ഒക്കെ ഒരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഈ ഗോൾഡൻ റൂഫ് നിലനിൽക്കാറുണ്ട്. അപ്പൊ ഇൻസ്പെക്ടറിന്റെ ഹിസ്റ്ററിയും ഇതിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ പ്രധാന ഭാഗമായിട്ട് വരുന്ന ഒരു സിറ്റിയാണ് ഒരു മോണുമെന്റ് ആണ് ഈ ഗോൾഡൻ റൂഫ് എന്ന് പറയുന്നത്. നമ്മുടെ ബസ് ഇങ്ങനെ മുകളിലേക്ക് കയറുന്തോറും മുകളിൽ ഇങ്ങനെ സ്നോ ലെയറായിട്ട് കൂടി വരുന്നുണ്ട്. അതായത് ആ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം സ്നോ ആണ്, കൂടി വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ബസ്സിൻ്റെ അകത്തിരിക്കുമ്പോൾ ഓക്കെ, പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ്. നമുക്ക് അത് കാണുമ്പോൾ ഓടിച്ചെന്ന് വാരി എടുക്കാൻ തോന്നും. ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി ഇറങ്ങിയിരുന്നു അവിടെ. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ നടക്കുമ്പോൾ ആ സ്നോ ഒക്കെ കുറച്ച് നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലേക്കൊക്കെ വീഴും. അപ്പോൾ സോക്സൊക്കെ നനയും, അങ്ങനെ പ്രശ്നമുണ്ട്. എന്നാലും നമ്മൾ ഈ മഞ്ഞിൽ ചെല്ലുമ്പോൾ കോൾഡും നീരുവീഴ്ചയും എല്ലാം മറക്കും. നമ്മൾ അങ്ങോട്ട് പോകും കേട്ടാ, ആ കുന്നിൻ ചെരുവിലേക്ക് നമ്മൾ അവിടെ എത്തപ്പെടും. ഇവിടെയാണ് ഡയമണ്ട്സ് ഒക്കെ കിട്ടുന്നത്. റോഡിന്റെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡയമണ്ട്സിന്റെ ചെറിയ പീസുകൾ കിട്ടും. ഇറങ്ങി നടക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണം. ഞങ്ങളും ഡയമണ്ട്സ് തപ്പട്ടെ. ശരി, അത് തരും. എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കിട്ടുന്ന ഒരു 32 പീസ്. 33 പീസ് എപ്പോ കിട്ടുന്ന അപ്പൊ നമ്മൾ തെരച്ചിൽ നിർത്തുന്നതായിരിക്കും.
ഇനി എനിക്ക് പറയാനുള്ളത് ഇത് ഷെയർ ചെയ്തോളൂ കേട്ടോ, പിന്നെ ഒരു പോക്കലിടരുത്. കല്ലുകളൊക്കെ വീടുകയാണെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള രീതിയിലുള്ള ഒരു അതാണോ ഇത്? ആ അതെ കല്ല് പാറകളെല്ലാം ഇത് ഭംഗിക്കല്ല, അത് കംപ്ലീറ്റ് വല കെട്ടി സംരക്ഷിച്ചേക്കാം. പോലെ ഉത്തരവാദിത്തമില്ലാതെ വെറുതെ പൊട്ടിച്ച് ഇട്ടിരിക്കുകയല്ല. ഇതൊക്കെ ഗാബിയോൺ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തേക്കാണ്. പാറക്കഷ്ണങ്ങൾ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട്, ഐസും പാറക്കഷ്ണങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് സേഫ്റ്റി വെരി ഇമ്പോർട്ടൻസ്. ഇങ്ങനെയായിരിക്കണം ഒരു സർക്കാർ, അതെ, ഗവൺമെന്റ്. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. പ്രസ്താവനകൾ ഇറക്കുക മാത്രമല്ലാതെ പ്രവൃത്തിയുമുള്ള ഒരു സർക്കാർ. അതെ, നമ്മൾ അവിടെ നിന്ന് കണ്ടുവല്ലോ. അതെനിക്ക് തോന്നണേ ഇതൊക്കെ അതിൽ പോകുന്നത്, ഇതൊക്കെ ഗംഭീരമാണ്. നേരത്തെ വീഡിയോ കിട്ടാത്തവരൊക്കെ പിടിച്ചോ, എല്ലാവരും വീഡിയോ പിടിച്ചോ. ഇതാണ് യഥാർത്ഥ സൈറ്റ് സീയിങ്. ഷൈജു ഡെഡിക്കേറ്റഡ് ആയിട്ട് താഴെ ഇരുന്ന് വീഡിയോ പിടിക്കും. എത്ര തറയാവാനും തയ്യാറാണ്. ഈ കാഴ്ചകൾ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ഒതുക്കാനായിട്ട് എത്ര സഫർ ചെയ്യാൻ തയ്യാറാണ്. ഇത് എവിടെയെങ്കിലും നിർത്താനുള്ള സൗകര്യം തരണ്ടോ ചേട്ടാ? അവിടെ സൈറ്റ് സീയിങ് നിർത്താനുള്ള സൗകര്യം തരണം. അല്ലല്ല, പറ്റും അവര് നിർത്തിയേക്കണ്. അവിടെ ആൾക്കാർ നിന്ന് കാണുന്നു. ചെറിയ കാറല്ലേ? വെരി ഗുഡ്. നമ്മുടെ റിക്വസ്റ്റ്. യെസ്, താങ്ക് യു വെരി മച്ച്. ഞങ്ങള് ഒരു റിക്വസ്റ്റ് നടത്തി ഇവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. മഞ്ഞ മലകൾ. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കാറ് നിർത്തിയിരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്തതാണ് ഞങ്ങളൊന്ന് ഇറക്കുമെന്ന്. പക്ഷെ അകത്തിരിക്കണ പോലെയല്ല, പുറത്തിറക്കുമ്പോൾ നല്ല തണുപ്പാണ്. മഞ്ഞമലകൾ ഇവിടെ താഴെ വരെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇറങ്ങിയതിന്റെ സന്തോഷത്തിലാണ്. ഇവിടെ ഇറങ്ങിയ നമുക്ക് ഏത് വശത്തെ, പക്ഷെ ഇവിടെ താഴത്തെ ചവിട്ടുമ്പോ ചതുപ്പ് നിലം പോലെയാണ്. എല്ലാവരും മഞ്ഞിലേക്കൊക്കെ ഓടി ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. പക്ഷെ ഈ മഞ്ഞിന്റെ അടുത്തേക്ക് വന്നപ്പോ ഇതില് അഴുക്കുണ്ട്. വീഡിയോ ആണേ. ഫോട്ടോ എടുക്കാം. കാശ്മീരിനെ വെല്ലുന്ന എടുക്കാം. ഡാൻസ് കളിക്കുന്നവർക്ക് കൂടാം. ചാടിക്കളിക്കടാ കുഞ്ഞിരാമ, ആടിക്കളിക്കടാ കുഞ്ഞിരാമ. ചേട്ടൻ കുറച്ചെടുക്കാതില്ല. ശരി, ഞങ്ങൾക്ക് ആരില്ലാത്ത ഞങ്ങൾ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കണേ. എടുത്ത് കറക്കാലോ, കറക്കാൻ ഇത് വീഡിയോ 5-6 ദിവസം കൂടി ഉള്ളതാ. നടുകളയുണ്ട്.
അങ്ങോട്ട് നോക്കിട്ടോ എല്ലാവരും ഐസ് എൻജോയ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. സോ നൈസ്. എല്ലാവരും നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ കയറ്റുവാണ്. ഓ ഓ ഓ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് റെഡി ആവുകയാണ്. എല്ലാവരും പോയി ഫോട്ടോ എടുത്തു. സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി പോകുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു. ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറി. ശരിക്കും ഈ മഞ്ഞുള്ള സ്ഥലത്ത് ഇറങ്ങി നിന്ന് നമ്മൾ ഇങ്ങനെ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അണയ്ക്കും. എന്നാലും എന്താ പറയുക, അതിലിറങ്ങുമ്പോൾ ആർക്കും നീരൂഷ്യോ കോൾഡോ ചുമയോ ഒന്നും ആർക്കും വിഷയമില്ല. അവിടെ ഇറങ്ങുമ്പോൾ എല്ലാവരും സ്വയം മറക്കുവാണ്. അത്രയും രസമാണ്. നല്ല തണുവാണ്, പക്ഷെ നല്ല രസമാണ്. ഞങ്ങൾ ബസ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ താഴെ വെച്ച് പലർക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഐസ് കിട്ടിയില്ല എന്നുള്ള എല്ലാവരുടെയും വിഷമം മാറി കിട്ടി. അതുപോലെ നിറയെ ഇങ്ങനെ ഐസ് പല ലെയറുകളായിട്ട് കിടക്കുന്ന പോലെ അടിയിൽ. പക്ഷെ ഞങ്ങൾ താഴെ ഇറങ്ങിയ സ്ഥലത്ത് അവിടെ കുറച്ച് ചെളിയുണ്ട്. കാരണം അവിടെ ആ ചെളിയോട് ചേർന്നാണല്ലോ അത് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ബസ്സിലേക്ക് കയറിയപ്പോൾ അതുവരെ ബസ്സിലൊന്നും വളരെ നീറ്റായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് ഒരു ചെളിയൊന്നും നമ്മുടെ കാലിൽ പോലും ആവില്ല, പൊടിയൊന്നും ആവില്ല. പക്ഷെ ഇവിടെ ഈ മണ്ണും ചെളിയും കൂടി കുറച്ച് ചെളി ബസ്സിലേക്ക് കയറിയപ്പോൾ കുറച്ച് ചെളിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഐസ് വീണ സ്ഥലം കണ്ടാ ചേച്ചി, ഇതിന് ഞാൻ ഇല്ലാത്ത എനിക്കുള്ളത് എനിക്ക് അയച്ചാൽ നോക്കാം. ഇതൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ നമുക്ക് പണിയാവും. കുളു മണാലിയൊക്കെ പോകുമ്പോ ശരിയേ അല്ല, കുളു മണാലിയെ ഏറ്റവും മുകളിലെത്തുമ്പോ നമ്മൾ കാണുന്നത് കുളു മണാലി. നമ്മൾ കുതിരപ്പുറത്ത് കയറി കുതിരയുടെ ഷാംഗു ലേക്ക് പറഞ്ഞൊരു സ്ഥലമുണ്ട് സിക്കിമിൽ. അത് വെറും സാമ്പിൾ. നടുക്കൂടെ അരുവികളൊക്കെ ചെറിയ അതലിന്ന് വെള്ളം പോകുന്ന ഐസ് വെള്ളം പോണുണ്ടോ? ഈ മലകളാണ് നമ്മൾ അകലേന്ന് കണ്ടത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വരണം കാണാത്തവര്. നിങ്ങളുടെ എന്ത് ആഗ്രഹത്തിനും കൂട്ടായി സാന്റാ മോണിക്ക കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു വഴി സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. ലിറിക്സ് അറിയാവുന്നവർ പാടൂ. എനിക്ക് ലിറിക്സ് അറിയില്ല, ട്യൂണും അറിയില്ല.
സ്വർഗത്തിലോ നമ്മൾ ഇത് ഡയറക്റ്റ് കാണും, ഇന്ന് ഞാൻ അയച്ചു തരാം. Clear അല്ലേ? ശരി, എന്റെ ബാക്കിൽ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാടി. അങ്ങോട്ട് നോക്കിയാലും ഇവിടെ ഫ്രണ്ടില് എല്ലാവരും ഫുള്ളായി. ടു ബോട്ടം എൻഗേജ്ഡ് ആണ് എല്ലാവരും. ഓ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമല്ലേ? ഷെറിയുടെ ഇന്ന് കൊറേ പഠിക്കാനുണ്ട്. നല്ല വീട്, ഐസ് മലകൾ, മഞ്ഞ മലകൾ. ഒന്ന് പൊന്തിച്ച് ബോണറ്റ് പൊന്തിക്കും, അങ്ങനെ ബോണറ്റ്. അപ്പൊ നമ്മൾ സൂം ചെയ്ത് കിട്ടും. അങ്ങോട്ട് പഠിക്കുന്നവരും നമ്മൾ ചേർത്തോ ാണല്ലോ. ഇനി മുട്ടൂത്തിന്ന് ശരി, മുട്ടൂത്തിന്ന് പ്രാർത്ഥിക്കുക. ഫോട്ടോ മാത്രമല്ല, ഇനി കുറെ കണ്ടാസ്വദിക്കാനുണ്ട്. ഞാൻ കുറച്ച് കണ്ടാസ്വദിക്കണം. ശരി, എപ്പോഴും ചോദിക്കാനുണ്ട്. നമ്മളുടെ ഈ റോഡ് സൈഡെല്ലാം കാണുമ്പോൾ കാര്യം പല പ്രാവശ്യം ഇതെല്ലാം വീഡിയോ പിടിച്ചതാണെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് കാണുമ്പോൾ അതും കൂടി പിടിക്കാമെന്ന് വിചാരിച്ച് പിടിക്കുന്നതാണ്. അത്രയും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ആകാശവും പച്ചപ്പും എല്ലാം അത്രയും ഭംഗിയാണ്. ഇതിപ്പോൾ ഓസ്ട്രിയയിലാണ് നമ്മൾ. ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ. അപ്പോൾ ഞങ്ങൾ 15 ദിവസത്തെയാണ് ട്രിപ്പ്. അപ്പോൾ ഈ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് യൂറോപ്യൻ കൺട്രി എല്ലാം പോകാം. അതുപോലെ 6 മാസത്തേക്കാണ് തോന്നുന്നു വിസ കിട്ടിയിരിക്കുന്നത്. UK വിസ 6 മാസത്തേക്ക്, യൂറോപ്പ് 3 മാസത്തേക്ക്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ട്രെയിനൊക്കെ പോകുന്ന കാണാൻ മുകളിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. മഴയാണെങ്കിൽ വെയിൽ വന്നാലാണ് ആ ഐസിലേക്ക് വെയിലടിക്കുമ്പോഴുള്ള ആ തിളക്കവും ആഘോഷമൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന്, ഏത് ഗ്രൂപ്പാണെന്ന്. ഞങ്ങൾ സാന്റാ മോണിക്കയുടെ കൂടെയാണ് പോകുന്നത്. കോസ്റ്റ് പെർ ഹെഡ് 4 lakhs. 4 lakhsന് തൊട്ട് താഴെ 3.97 3.949 അങ്ങനെ എന്തോ. അത് ഹസ്ബൻഡാണ്, സജിയാണ് ഡീൽ ചെയ്ത്. അങ്ങനെയാണ് 4ൻ്റെ അടുത്ത് ആണ്. അത് വിത്ത് ടാക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ UK വന്നു. പിന്നെ എല്ലാം ബൈ ബസ്സും ക്രൂയിസും ഒക്കെയാണ് യാത്ര. നമ്മളൊരു ക്രിസ്റ്റൽ മ്യൂസിയത്തിലാണ് എത്തിയിരിക്കുന്നത്. സ്വരോർക്കി എന്നാണ് തോന്നുന്നു, ഒരു ക്രിസ്റ്റൽ മ്യൂസിയം. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ പറഞ്ഞിരുന്നത്, അതായത് അവരുടെ ആ ലൈറ്റിലൊക്കെ നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പുറത്ത് വരുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് റീസെയിൽ വാല്യൂ ഒന്നും ഇല്ല ഇതിന്. വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മരിയക്കുട്ടൻ വീഡിയോ പിടിക്കുന്ന ആളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ്. എന്നോട് കട്ട് ചെയ്തെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, നല്ല തണുപ്പാണ് ഇവിടേക്ക് ഇരിക്കുമ്പോൾ. എനിക്ക് കോൾഡും ഉള്ളതുകൊണ്ട് ഞാൻ ചെവിയൊക്കെ മൂടി വെച്ചിട്ടാണ് എല്ലായിടത്തും ഇറങ്ങിയത്. ഹായ്, ഇവിടെ സോൾട്ട്
വൈകി വന്ന വസന്തങ്ങൾ കഴിഞ്ഞു. ഇത് ഞങ്ങൾ ആ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ പുറത്തും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ട ഒരു മുഖം, അതിൻ്റെ വായുടെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നു. എനിക്ക് അതിൻ്റെ ഉള്ളിലേലും ഇഷ്ടമായത് ഈ പുറത്തെ കാഴ്ചകളാണ്. അവിടെയൊക്കെ ഒന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ല ഭംഗി, നല്ല സീനറിയാണത്. എല്ലാവർക്കും ഇവിടെ വന്നിട്ട് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, എങ്ങോട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം ചുറ്റും നോക്കിയാൽ അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. അത് പ്രകൃതി, അതൊന്നും ആർട്ടിഫിഷ്യലല്ല, നാച്ചുറൽ ബ്യൂട്ടിയാണ്. പുല്ലും മരങ്ങളും ആകാശവും മഞ്ഞും മലയും എല്ലാം അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ഫ്രണ്ടിൽ കൂടെ പോക്കോ. ഇപ്പം ഞങ്ങൾ ആ ഡയമണ്ട് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. ഇത് ഒറിജിനൽ ഡയമണ്ടൊന്നും അല്ല. ഞങ്ങൾ ചെറിയൊരു പെൻഡൻറ്റും ചെറിയ ചെറിയ ചെയിനൊക്കെ ആയിട്ട് കണ്ടത് ഒരു എത്രയാ 1200 യൂറോ അങ്ങനെയൊക്കെയാണ് കണ്ടത്. അല്ല 1200 129. എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചില്ല, ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. ഇതതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറുന്ന പോലെയാണ്. അത്രയും തണുപ്പാണ്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഐസ്. നല്ല തണവാണ്. അവിടെ ലൈറ്റില്ല, ബാക്കിലേക്ക്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഫ്രിഡ്ജാണ്. ഇത് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. ലൈറ്റ് തീരെ കുറവാണ്, അതുകൊണ്ട് വീഡിയോയിൽ വലിയ ക്ലിയർ ആയിരിക്കില്ല. എന്നാലും ഞാൻ ജസ്റ്റ് മുഴുവനൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. സാധാരണ ലേഡീസിന് ഡയമണ്ടും സ്വർണവും എല്ലാം ഭയങ്കര താല്പര്യമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ ഉള്ളിൽ കണ്ടതിനേലൊക്കെ ഇഷ്ടപ്പെട്ടത് പുറത്തുള്ള മഞ്ഞും മലയും പച്ചപ്പും ലേക്കും അതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. എന്നാലും ഇത് കാണുന്ന പലർക്കും ഇതും ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലുമൊക്കെ ഇത് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഉള്ളിൽ ലൈറ്റിൻ്റെയാണ്, ഒരു ലൈറ്റ് കൊണ്ട് ഇങ്ങനെ കുറേ ഇത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഭംഗിയാണ്, കാണാനായിട്ട് ഭംഗിയാണ്. ഓരോ ഹോളല്ല, അങ്ങനെ കർട്ടൻ പോലെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ വെറൈറ്റിയൊക്കെ അവർ കാണിച്ചു വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ അവിടെ സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ ജസ്റ്റൊക്കെ ഒന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. ഒരു ചെറിയ ചെയിനും ചെറിയ പെൻഡൻറ്റുമായിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു. വാങ്ങിക്കാനല്ല, വെറുതെ ഭംഗിയുണ്ട്. അതിന് 127 യൂറോ ആണോ അതോ 1227 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഞങ്ങൾ വാങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ അത്ര ഇത് ചെയ്തില്ല. പിന്നെ എനിക്കൊക്കെ തോന്നിയൊരു കാര്യം, നമ്മളവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ യൂറോ നോക്കുമ്പോൾ 10 രൂപ 20 രൂപ അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ പറയും. പക്ഷെ നമ്മളത് കൺവേർട്ട് ചെയ്യും. ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റില്ല. മാനത്തെ ശൃംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. മാനത്തെ ശൃംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. കാലത്തും വൈകിട്ടും ആ വാഴത്തോട്ടത്തിൽ പൂമ്പാളത്തേനും നീയും തോറും തേനും ഭയം നാവിൽ തോറും വാനം പാടി. നീലക്കൊടുവേലി പൂത്തു ദൂരെ നീലഗിരിക്കുന്നിന്മേലെ. നീലക്കൊടുവേലി പൂത്തു ദൂരെ നീലഗിരിക്കുന്നിന്മേലെ. മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണത്തിത്തോളുകൾ പാടി. താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്കു കാലി കെട്ടുന്നല്ലോ നീയും നാവിൽ തോറും വാനം പാടി. വീണാഗാനം ഞാൻ ഏതു രാഗമേതോ ഭാവം മുഖരാഗാനാലാപം. ഈ സുരജതിയിൽ ഈ വരിശകളിൽ ഒറ്റക്കും വീണാടം യാത്രം ഓടും വീണാഗാനം ഞാൻ. പിന്നിൽ കുന്തിലെ വിലോലമായലിഞ്ഞിടാൻ നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നറിഞ്ഞിടാൻ. എൻ്റെ മോഹമെങ്കിലും ഒറ്റക്കും വീണാടം മാത്രം ഓടും വീണാഗാനം ഞാൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആസ്ട്രിയയുടെ ക്യാപിറ്റൽ ഏതാ? ഇത് സ്ഥലം ഏതാ? ഇൻസ്ബർഗ്. അടുത്ത രാജ്യത്തേക്ക് കടന്നോ? ഇല്ല ജ്യോതിർമയ്യാമുഷസിന് വെള്ളിച്ചാമരം വീശുമേഘങ്ങളെ. ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. ഏഴുമുറങ്ങളിലേതു നിറം ഏഴു സ്വരങ്ങളിലേതു സ്വരം. ടൂർ മാനേജർ ജാക്കയുടെ പാട്ടൊക്കെയാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.